പാലാ പൊൻകുന്നം റോഡില് വലിയൊരു ടൗണായ പൈക ടൗണിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ 13.4 സെന്റ് സ്ഥലത്തില് 1800 സ്ക്വയർ ഫീറ്റോളം വരുന്ന 4 ബെഡ്റൂമുള്ള അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. കിണർ വെള്ളം ഇഷ്ടം പോലെ, ഒപ്പം ഒരു കുഴൽക്കിണറും കൂടി വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴൽക്കിണറും കൂടെ കുത്തിയിട്ടുണ്ട്. കാരണം നനയ്ക്ക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ കിണർ വെള്ളം കൊണ്ട് മാത്രമല്ലാതെ കുഴൽക്കിണറിനാണെങ്കിൽ അതുപോലെ നനയ്ക്കാൻ പറ്റും. അതുപോലെ വെള്ളത്തിന് സോഴ്സ് വേണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഉടമസ്ഥനാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഴൽക്കിണർ കൂടി അതിനോടൊപ്പം ഉണ്ട്. നല്ലൊരു കാർ പോർച്ച്, സിറ്റ് ഔട്ട്, 4 ബെഡ്റൂം, 2 അറ്റാച്ച്ഡും 2 ഒരു കോമൺ ടോയ്ലറ്റുമായിട്ട് അടിപൊളിയാക്കി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, നല്ല കാഴ്ചയ്ക്കൊക്കെ നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഒരു അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ഒന്ന് ക്ലീൻ ചെയ്തിറങ്ങേണ്ട താമസമൊക്കെ ഉള്ളൂ. ബാക്കി മുഴുവൻ പണികളും തീർന്നു കഴിഞ്ഞു. അവൾ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ച് എപ്പം വന്നാലും പ്രോപ്പർട്ടി നേരിട്ട് കാണാവുന്നതാണ്. ഇത് മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിടുക്കാച്ചി വീടിൻ്റെ മുൻപിലാണ്. 13.4 സെന്റ് സ്ഥലത്തിനകത്ത് 4 ബെഡ്റൂമായിട്ടുള്ള നല്ലൊരു വീട്, നല്ല ഭംഗിയുള്ള, നല്ല കിണർ വെള്ള സൗകര്യമൊക്കെയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന ഈ കിടുക്കൻ വീടിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപ. അത് നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ്. നല്ല ഡോറുകൾ, കാര്യങ്ങൾ, ഗ്യാസ് കുറ്റി വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ വന്നു. ബാക്ക് സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന അടുക്കളത്തോട്ടമൊക്കെ വെക്കുവാനായിട്ടുള്ള നല്ല ഒരു ഏരിയ ബാക്ക് സൈഡിലുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. എന്നാൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വീട് ഇതാണ്. മുകളിലോട്ട് കയറുവാൻ സ്റ്റെയർ കേസ്, കാർ പോർച്ച് എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബാക്കിലേക്ക് ഇനിയും വണ്ടി കയറ്റി കിടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മുറ്റം, ഫ്രണ്ട് മുറ്റം, വലിപ്പമുള്ള കാർ പോർച്ചാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 6-7 വണ്ടികളോളം കയറ്റിയിടുവാൻ പാകത്തിന് വലിപ്പമുള്ള മുറ്റം. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നേരെ പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം, അതും പഞ്ചായത്ത് റോഡെ തന്നെ അകത്തോട്ട് പ്രവേശിച്ചാൽ മതി. അങ്ങനെ പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന, കിണർ വെള്ള സൗകര്യത്തോടു കൂടിയ, പറ്റാത്ത കിണർ വെള്ള സൗകര്യത്തോടു കൂടിയ നല്ല ഒരു വീടാണ്. 4 ബെഡ്റൂം, 2 അറ്റാച്ച്ഡും 2 കോമൺ ടോയ്ലറ്റുമായിട്ട് കൊടുത്തിരിക്കുന്ന കിടുക്കാച്ചി വീടാണ് ഇവിടെ. നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി, നല്ല പ്രൊഫൈൽ ലൈറ്റുകളോടുകൂടി, നല്ല സ്പോട്ട് ലൈറ്റുകളോടുകൂടി, നല്ല ഫാൻസി ലൈറ്റുകളോടുകൂടി, നല്ല പാർട്ടീഷൻ വർക്കോടുകൂടി, നല്ല സെൻസിറ്റീവ് കൂടിയ മൾട്ടിവുഡും ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ ഇവിടെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ ഇവിടെയാണ് വന്നിരിക്കുക. അതുപോലെ തന്നെ ഇത് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. ഇതാണ് ഇൻറ്റീരിയർ വർക്കുകൾ. 3 ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കാണാം. അതിനോട് സമീപത്ത് തന്നെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ബെഡ്റൂം ഇവിടെ കബോർഡ് വർക്കുകൾ, നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നതും, ഒപ്പം നല്ല കർട്ടൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് എല്ലാ ബെഡ്റൂമുകളും. അതുപോലെ തന്നെ ഹോളും ഡൈനിങ്ങും കിച്ചണും എല്ലാം കർട്ടൻ സഹിതം മുഴുവൻ സംവിധാനത്തോടു കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല മൾട്ടിവുഡ് തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അലങ്കൃതം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, അതിന് പകരമാണ് ഒരു കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡും 2 ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകത. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിൽഡറാണ്. അദ്ദേഹത്തിൻ്റെ വീടുകൾ പലതും മീനച്ചിൽ ഹോംസ് വഴി സെയിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് കസ്റ്റമർ റിവ്യൂ നമുക്കറിയാം. മേടിക്കുന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതൊക്കെ സെയിൽ ചെയ്യുവാനായിട്ട് താല്പര്യം തോന്നുക. നമ്മൾ കോട്ടയം ജില്ലയിൽ എല്ലാ ഭാഗത്തോടെയും വീടുകൾ കച്ചവടത്തിനായിട്ട് പോകുമ്പോൾ പല ആൾക്കാരുടെയും വീടുകൾ ചിലപ്പോൾ നമ്മൾ കാണിക്കാതെ പോകുന്ന വീടുകളുമുണ്ട്. നമുക്ക് പേഴ്സണലി അഭിപ്രായമില്ലാത്ത വീടുകളൊക്കെ നമ്മൾ കച്ചവടത്തിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെയുള്ള ബിൽഡേഴ്സിൻ്റെ വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കച്ചവടം നടത്തുക.
ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മിറർ ഒരു ടേബിളായിട്ട് യൂസ് ചെയ്യാൻ, ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ചു വെക്കുവാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് മറ്റൊരു പ്രത്യേകത. ഇവിടുന്ന് ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ, ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ കണക്ഷൻ എല്ലാ ടോയ്ലറ്റിലും വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ബെഡ്റൂമും ഈ ബെഡ്റൂമുമാണ് അറ്റാച്ച്ഡ് അല്ലാത്തത്. പകരം രണ്ടിനും കൂടെ കൂടിയാണ് ഒരു കോമൺ ടോയ്ലറ്റ്. അപ്പോൾ 3 ബെഡ്റൂം 2 അറ്റാച്ച്ഡും 4 ബെഡ്റൂം 2 അറ്റാച്ച്ഡും 2 ഒരു കോമൺ ടോയ്ലറ്റും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളും കണ്ട് 4-ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾക്ക് ഇതിനെല്ലാം എൻട്രൻസ് വന്നിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമുകളെല്ലാം സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. എല്ലാ പലചരക്ക് മലഞ്ചരക്ക് സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ടൗണാണ് പൈക ടൗൺ എന്ന് പറയുന്നത്. ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 300 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം ക്വാളിറ്റി മെറ്റീരിയലാണ്. മറ്റൊരു കാര്യം, സ്കൂളിലേക്ക് CBSE സ്കൂളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ചർച്ചിലേക്ക് പോകുവാനായിട്ടൊരു 500 മീറ്റർ ദൂരവും, അതുപോലെ തന്നെ നമുക്ക് ടെമ്പിളിലേക്ക് പോകുവാനായിട്ട് 1 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുന്ന് വരുന്നത്. പൊൻകുന്നം ടൗണിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ദൂരവും, പാലാ ടൗണിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ ദൂരവുമാണ് ഏകദേശം വരുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ, മനോഹരമായ വാഷ് കൗണ്ടർ ഇവിടെ വന്നിട്ടുണ്ട്. മനോഹരമായ കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ എന്ന് പറയുന്നത് നല്ല ഒരു ഫസ്റ്റ് ക്വാളിറ്റി, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ ഔട്ടായിട്ടുള്ള സെറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മൾട്ടിവുഡിൻ്റെ മോഡുലാർ കിച്ചൺ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് വരിക. നമുക്കിവിടെ കിച്ചണും വർക്ക് ഏരിയയും ഉണ്ട്. ഇവിടെ കബോർഡ് വർക്കുകൾ, ഇവിടെ ഫുൾ ഔട്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇതിനെയാണ് ഉദ്ദേശിച്ചത്. നമുക്കൊന്ന് കാണാം, തുറന്ന് കാണാം. ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗവ് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും ഇതുകൊണ്ടൊരു കിച്ചണിലെ എല്ലാ ഉപയോഗങ്ങളും കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുക. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. ഇത് ഒരു വേറെ ബാസ്ക്കറ്റുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് കാണാം. ഇനി നമുക്കിവിടെ ഇതാണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് പറയുന്നത്. ഇനി നമുക്കിത് വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുക. കിച്ചണും വർക്ക് ഏരിയയും കംപ്ലീറ്റ് ഭിത്തി സഹിതം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിച്ച് കഴിഞ്ഞാലും ഭിത്തി ഒരിക്കലും നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ഇവിടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ്. സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ വെച്ചുകൊണ്ടാണ്, സോളാർ വാട്ടർ ഹീറ്ററിനുള്ള പോയിൻ്റാണ് എല്ലാവരും ചെയ്യുക. ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ 1800 സ്ക്വയർ ഫീറ്റ് വീടും 13 സെൻറ്റ് സ്ഥലവുമാണ് ഇത്. പഞ്ചായത്ത് റോഡരികെ ഹൈവേയിൽ നിന്നും ടൗണിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രമുള്ള ഈ വീട് സ്ഥലവും 80 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.